അപ്പുറം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൊച്ച് പാസ് ചെയ്തപ്പോൾ ഒരു കാറുകാരനാണെന്ന് തോന്നുന്നു, ഭയങ്കര സ്പീഡ് ആ കൊച്ചു ഇടിക്കാഞ്ഞ്. എന്നിട്ട് കൊച്ചിനെ ചീത്ത പറഞ്ഞു. ആ കൊച്ച് അതാണ് ഇപ്പോൾ +1 +2 അത് അതിൻ്റെ ഇരട്ടി സൗണ്ടിൽ തിരിച്ചും ചീത്ത പറഞ്ഞത്. അപ്പം എനിക്ക് നോക്കി ഓടിക്കാൻ പാടില്ല. ഏതൊരു പയ്യന് അവൻ അന്യായ സ്പീഡിൽ ഓടിച്ച് വന്നിട്ട് ആ കൊച്ചിനെ ഇടിക്കാഞ്ഞത് ഭാഗ്യം. കഴിഞ്ഞെല്ലാം തോന്നുന്നു അതേ കഴിഞ്ഞൊരു ഇതുപോലെ ഈ കടയത്ത് സ്കൂളിൻ്റെ അവിടെ വെച്ച് ഒരു കൊല്ലം മുമ്പ്. അത് പിന്നെയാന്ന് തോന്നുന്നു അവിടെ സെക്യൂരിറ്റി വന്നെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി വന്ന് കുട്ടികൾ ക്രോസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ഏതൊരു ഭ്രാന്തൻ ഏതൊരു വണ്ടിയിൽ എന്നിട്ട് ഭയങ്കര സൗണ്ട് കേൾപ്പിക്കുന്ന എഞ്ചിനുമായിട്ട് അതിഭയങ്കര സ്പീഡിൽ വന്നു. ഭാഗ്യത്തിന് ആ കൊച്ചിനെ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ആ കുട്ടി ഏതായാലും ഇന്നലെ 12 രൂപയുള്ളായിരുന്നു, കുറച്ച് ബോൾഡായിരുന്നു തോന്നുന്നു. തിരിച്ച് കൂടുപാടി ചീത്ത അയാളെയും പറഞ്ഞു. അവൻ മര്യാദയ്ക്ക് പോയി അല്ലേ. ട്രാഫിക് റൂൾസ് വളരെ ക്ലിയറാണ്. പെഡസ്ട്രിയലിനെ കണ്ടാൽ നമ്മൾ നിർത്തി കൊടുക്കണം എന്നുള്ളത് എന്ത് സംഭവമാണെങ്കിലും. ആനിമൽസിനെ കണ്ടാലും നിർത്തി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ റോഡ്സിൽ ഒരു 40 to 60 km സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ മിക്ക റോഡുകളിലും. കാരണം ഈ പെഡസ്ട്രിയലും ആനിമൽസും ക്രോസ് ചെയ്യുമ്പോൾ നിർത്തണമെങ്കിൽ, കിഡ്സും ക്രോസ് ചെയ്യുമ്പോൾ നിർത്തണമെങ്കിൽ 40 to 60 km സ്പീഡായിരിക്കണം. മിക്ക റോഡുകളിൽ അത്രേ പറ്റുള്ളൂ. ഇവരെപ്പോഴും ഫ്രീക്വൻ്റായിട്ട് ക്രോസ് ചെയ്യും. പിന്നെ കണ്ട ഓട്ടോറിക്ഷക്കാരും 2 വീലറുകാരും അതിൽ മേലോട്ട് സ്പീഡ് എടുത്താൽ എപ്പോഴും ഡേഞ്ചറാണ്. 40 to 60 മേലോട്ട് സ്പീഡ് എടുത്താൽ ഡേഞ്ചറാണ്. നമ്മുടെ എസ്പെഷ്യലി നോർമൽ റോഡുകൾ, ഈ വില്ലേജ് റോഡ്സ്, PWD, സ്മോളർ PWD റോഡ്സൊക്കെ. സ്റ്റേറ്റ് ഹൈവേസിലൊക്കെ കുറച്ച് 80 വരെയൊക്കെ പോകാം, കുഴപ്പമില്ല. സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേയിലൊക്കെ 80 വരെ സ്പീഡിൽ പോകാം. അതവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി കൂടുതലുണ്ട്. ഒരു റോഡൊക്കെ കൂടുതൽ ഒരു 100-150 മീറ്ററൊക്കെ സ്ട്രൈറ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. ആരെങ്കിലും ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. വില്ലേജ് റോഡ്സിലൊക്കെ അധികം 50 മീറ്റർ താഴെ വിസിബിലിറ്റിയാണ് ഈ ഏരിയയിലും. 50 മീറ്റർ തന്നെ ഭാഗ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കണക്ക് വർഷം എപ്പോഴും ഉള്ളതുകൊണ്ട്. അവിടെ ഒന്നും നിർത്തിയിട്ടേക്കുന്ന ഇച്ചിരി ഇതായി തോന്നുന്നു, തണുപ്പ് കൂടിപ്പോയി തോന്നുന്നു. ഈ വൈകുന്നേരത്തെ തണുപ്പും രാവിലെ തണുപ്പും ഫോഗ് പിടിച്ചിട്ടുണ്ട്. ഡിഫോഗർ ഓൺ ആക്കണം ബാക്കിൽ. രാവിലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ നേരത്തെ ഫുള്ളിലിടും. പിന്നെ അത് രാവിലെ ആകുമ്പോൾ അത് ഹാഫിലേക്ക് മാറ്റാൻ മറക്കും.
ബാഗ്സ് പുള്ളി അതിൻ്റെ സ്റ്റൈലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് വണ്ടി ഓടിക്കണ കണ്ടു കഴിഞ്ഞാൽ. ആക്സിഡൻ്റ് ആയപ്പോൾ എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് തന്നെ പ്രൂഫ് ഉള്ളതെന്ന്. ഞങ്ങൾ പട്ടം വെച്ചൊന്നും എന്താ പ്രൂഫ് ഉള്ളതെന്ന്. സത്യം നമ്മുടെ പ്രൂഫൊന്നുമില്ല. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഉണ്ട് ഇതുപോലെ. മണ്ണെടുപ്പ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു.